ഒരു കുട്ടി മാത്രമുള്ള വീടുകളുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ആ കുട്ടികൾ സ്കൂളിൽ വന്നാലും വല്ലാണ്ട് വയലൻ്റ് ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു TV ന്യൂസ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ ഒരു KG സെക്ഷനിൽ ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ ഇടിച്ച് ചമ്മന്തിയാക്കി വീഴിച്ച് അതിന് മുതുകത്ത് കയറിയിരുന്ന് ഇടിച്ച് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ വല്ലാണ്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് KG സെക്ഷനിലെ ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ ചുമ്മാ അടിക്കുകയല്ല, അത് വളരെ വയലൻ്റായിട്ട് അടിച്ച് അവൻ വീണ് കിടന്നിട്ട് കുറെ കഴിഞ്ഞ് നോക്കി നിൽക്കുകയാണ്, പിന്നെയും പോയി അടിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ മനസ്സിൻ്റെ ഒരു വല്ലാത്ത വയലൻസ് അവിടെ പ്രകടിപ്പിക്കാം. 3 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പൊ അതൊരു ഇൻഡിവിജ്വൽ കേസ് ആയിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഒരു കുട്ടിയെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കുന്നതനുസരിച്ച് അവനൊരു അവൻ്റെ ഇല്ലായ്മകളെ കുറിച്ച് അവൻ ഒരിക്കലും അവെയർ ആകുന്നില്ല. ഒരു പാരന്റും കുട്ടിയെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അവൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നേരത്തെ പറഞ്ഞതെല്ലാം കൊടുക്കുകയാണ്. അപ്പോൾ കൊച്ച് ഒന്ന് കിട്ടാണ്ടാകുമ്പോൾ അവൻ ഭയങ്കരമായിട്ട് വയലന്റ് ആകും. കാറി തുടങ്ങുമ്പോഴേക്കും എന്തെങ്കിലും കൊടുത്ത് കാരിച്ച് അവസാനിപ്പിക്കും. ഒരു നോ ഏറ്റെടുക്കാൻ പറ്റില്ല. ഇപ്പൊ പേരൻസ് എല്ലാം ഇങ്ങനെ അത് ഒറ്റ കൊച്ചാകുമ്പോ പേരൻസ് എന്ന് വെച്ചാല് എന്റെ കൊച്ചിനെ എല്ലാം കൊടുക്കണം. അപ്പൊ ചില സമയത്ത് ഈ മാതാപിതാക്കൾക്ക് അങ്ങനത്തെ കഴിവില്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നവരാണെങ്കിൽ അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല, അപ്പൊ എന്റെ കുട്ടിക്ക് എല്ലാം കിട്ടണം, അപ്പൊ അവന് ആവശ്യമുള്ളതെല്ലാം അവർ മേടിച്ചു തരണം. അപ്പൊ ഇങ്ങനെ ഒരു ടെൻഡൻസിയിലാണ് പിള്ളേരെ വളർത്തി വരുന്നത്. മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാല് ഇങ്ങനത്തെ ഒരു വയലന്റ് ആറ്റിറ്റ്യൂഡ് വരുന്നതിന്റെ കാരണം ഇപ്പൊ പിള്ളേർ ഈ വീഡിയോ ഗെയിംസ് ഇതൊക്കെ ഇത് ചെയ്യുമ്പോൾ അതിൽ വരുന്നതൊക്കെ എന്താണ്, മറ്റൊരാളെ നമ്മൾ താഴെ ഇട്ടിട്ട് നമ്മൾ മുമ്പോട്ട് കയറി പോണതാ. കില്ലിങ് ദം, ഷൂട്ടിങ് ദം, ഇതൊക്കെയാണ് അവർ കണ്ടുവരുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവരുടെ മനസ്സിൽ ഇപ്പൊ ഒരു കത്തി കൊണ്ട് കുത്തുന്നതോ അല്ലെങ്കിൽ ഒരു ഗൺ കൊണ്ട് ഷൂട്ട് ചെയ്യണതോ ഇതൊന്നും വലിയ തെറ്റായിട്ട് അവർ കാണുന്നില്ല. അവർ ഇറ്റ്സ് എ ഗെയിം. കാരണം ഇപ്പൊ ഭക്ഷണം കഴിക്കാണ്ട് നേരത്തെ പറഞ്ഞ പോലെ പല മാതാപിതാക്കളും മൊബൈൽ വെച്ച് സൈഡിൽ കൊടുക്കുകയാണ്. ഞാൻ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അവർ മൊബൈൽ വെച്ച് സൈഡിൽ കൊടുത്തിരിക്കണം. അപ്പൊ അതാണ് അച്ഛാ തെറ്റാണെന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാലുണ്ടല്ലോ, ഇപ്പൊ ഒരിക്കലും ഞാൻ എറണാകുളത്ത് നിന്ന് ഞാൻ ഇങ്ങനെ കോയമ്പത്തൂർ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു 3 വയസ്സുള്ള ഒരു കുട്ടി, 3-3.5 വയസ്സ് കാണും, ആ കുട്ടിയും അപ്പനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ കുട്ടി കോയമ്പത്തൂർ വന്ന് ഇറങ്ങുന്നവരെ ഒന്നും അനങ്ങിയില്ല, ഒരു വെള്ളം പോലും ചോദിച്ചില്ല. ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നത് ഈ മൊബൈലാണ്. 5 hours ജേർണി അറ്റ് എ സ്ട്രെച്ച്. അപ്പൊ അങ്ങനെയുള്ളപ്പോ മാതാപിതാക്കൾ ചെയ്യുന്നത് എന്താണ്, എല്ലാത്തിനും നമ്മൾ ഈ മൊബൈൽ കൊടുത്ത് പഠിപ്പിക്കുന്നു. ഒരു പ്രാവശ്യം അങ്ങനെയാ, ഞാൻ മാംഗ്ലൂരിൽ നിന്ന് ഞാൻ എറണാകുളത്തേക്ക് വരുന്ന സമയത്ത് മാംഗ്ലൂരിൽ തുടങ്ങി ഒരു കുട്ടി കരച്ചില് പകുതി ഞങ്ങൾ ഇവിടെ എത്തുന്നവരെ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാലുണ്ടല്ലോ, ആ കുട്ടിക്ക് വീട്ടിൽ മൊബൈൽ ഇട്ടിട്ടാണ് ഇവര് ഭക്ഷണം കൊടുക്കുന്നതും ഉറക്കുന്നതും ഒക്കെ. അപ്പൊ അവിടെ തീരുമ്പോ ഇവിടെ ഒച്ച, ആ കമ്പാർട്ട്മെന്റിൽ ആരും തന്നെ ഉറങ്ങിയില്ല അന്ന് രാത്രി. അപ്പം തെറ്റ് എവിടെ നിന്ന് വരുന്നുണ്ടെന്ന് വെച്ചാല് പേരൻസ്, കുട്ടികളുടെ എണ്ണം ഇപ്പം നമ്മുടെയൊക്കെ ശരാശരി കുടുംബങ്ങളിൽ ഈ 1, 2, 3 ഒക്കെ ആയിട്ട് അങ്ങനെ കുറഞ്ഞത് ഈ തരത്തിലുള്ള സിബ്ലിംഗ് റിലേഷൻഷിപ്പിന്റെ ഒരു പക്വതയിലേക്ക് ഈ മക്കൾ വേഗം എത്തുന്നതിന് തടസ്സമാകുന്നുണ്ട്. നമ്മുടെയൊക്കെ ഒരു തലമുറയിൽ കുടുംബത്തിൽ 5-ൽ കൂടുതൽ മക്കളുണ്ടായിരുന്ന ഒരു തലമുറ. ഇപ്പം ഇളയ കുട്ടിക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ഉടനെ തോളയിലെടുത്തിടാനായിട്ട് മൂത്ത ഒരാളുണ്ടായിരുന്നു. അപ്പം മാതാപിതാക്കൾക്ക് അക്കാര്യത്തിൽ ഈ കുട്ടികളുടെ ഒരു ഇമോഷണൽ ഗ്രോത്തിനെ അല്ലെങ്കിൽ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ ഒത്തിരി ശ്രദ്ധിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. മൂത്ത ആൾക്കാരത് ടേക്ക് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നിപ്പം കുട്ടികൾക്ക് കെട്ടിപ്പിടിക്കാനായിട്ട് ഇരുമ്പ് തൂണുകളും അല്ലെങ്കിൽ പട്ടിയൊക്കെ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പം അതൊക്കെ ഈ മക്കളുടെ എണ്ണം കുറയുന്നത്, സഹോദരങ്ങളുടെ എണ്ണം കുറയുന്നത് ഇത്തരത്തിലുള്ള ഒരു വയലൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസിന് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു വിത്ഡ്രോവലിന് അല്ലെങ്കിൽ കൂടുതൽ നിരാശയിലേക്ക് പോകുന്നതിനൊക്കെ, ഒരു നെഗറ്റീവിസത്തിലേക്ക് പോകുന്നതിന് പിള്ളേരെ പ്രേരിപ്പിക്കുമോ? എന്താ തോന്നുന്നു അച്ഛാ? അത് 1, 2 അത് നമ്പറിന്റെ അല്ല, ഇത് അപ്ബ്രിങ്ങിങ്. ഞാൻ അത് മാത്രമേ പറയുള്ളൂ. ചിലപ്പോൾ ഞാനിപ്പോൾ സ്കൂളിൽ ജോലി ചെയ്യുന്നുണ്ട്, ഒരു 2-3 ഫാമിലീസ് എനിക്കറിയാം. ആ ഫാമിലിയിലെ കുട്ടികളെ നോക്കുമ്പോഴുണ്ടല്ലോ ശരിക്കും സോ ഡിഫറെന്റ് ദയാ. നന്നായിട്ട് ഇങ്ങനെ പേരൻസിനോട് സംസാരിക്കുന്ന പോലെ തന്നെ ഇപ്പൊ നമ്മളൊക്കെ മുതിർന്നവരെ കാണുമ്പോൾ വർത്തമാനം പറയുന്നതും ഇത് ചെയ്യുന്നതും, പള്ളിയിലേക്ക് വരുന്ന കാര്യമായാലും എന്തായാലും അത് അവർക്ക് എന്താ ഫീഡ് ചെയ്യണമെന്ന് വെച്ചിട്ടായിരിക്കും അവർ വളർന്നു വരുന്നത്. അല്ലാതെ ഇത് എണ്ണത്തിന്റെ അല്ല. ഇപ്പൊ നമ്മൾ കാണുമ്പോഴുണ്ടല്ലോ, ചിലപ്പോ സിംഗിൾ ചൈൽഡ്, ഓൺലി ചൈൽഡ് ആയിരിക്കും വീട്ടില്, പക്ഷെ എന്നാലും അവർ വളർന്നു വരുന്നത് നല്ല ഒരു റെസ്പോൺസിബിൾ ചൈൽഡ് ആയിട്ട് ഇങ്ങനെയൊക്കെ വളർന്നു വരുമ്പോഴുണ്ട് അതിന്റെ വ്യത്യാസമുണ്ട്. കാരണം ഇത് കൂടുതലും വരുന്നത് പേരൻസ്. പിന്നെ മറ്റൊരു കാര്യം വരുന്നതെന്ന് വെച്ചാൽ പിള്ളേർ ആരുടെ കൂടെയാ കൂട്ടുകൂടണമെന്ന് വെച്ചാൽ ദാറ്റ് മേക്സ് എ സെക്കൻഡ് ഡിഫറൻസ്.
പിയർ ഗ്രൂപ്പ് പ്രഷർ എന്ന് പറയുന്നത് ഇന്ന് പിള്ളേർക്ക് കൂടുതലുള്ളതാണ്. നിന്റെ കൂട്ടുകാരാരാണ് ഞാൻ പറയും അത് തന്നെയാണ് സംഭവിക്കണേ. ഒരിക്കലും ഒരു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ടാണ് അപ്പനും അമ്മയും വന്നത്. അപ്പൊ അവര് പറഞ്ഞു അപ്പൻ ഫുൾ കുടിയനായിരുന്നു. അപ്പൊ ഈ മകൻ അപ്പം കുടിക്കാതിരിക്കാൻ വേണ്ടിട്ട് അവൻ എടുത്ത് ഒളിച്ചു വെക്കുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ബോട്ടിൽ മകൻ എടുത്ത് മാറ്റി വെച്ച ബോട്ടിൽ കാണാതെ പോയി. അപ്പൊ അമ്മയ്ക്ക് ഒരു സംശയം, ഇത് എവിടെയാ പോകണെന്ന് വെച്ചിട്ട്. അപ്പൊ നോക്കിയപ്പോ മകൻ തുടങ്ങി 6th പഠിക്കുന്ന ചെറുക്കൻ, 6ാം ക്ലാസ്. അപ്പൊ ഇവര് വന്നപ്പോ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് എപ്പോ നോക്കിയാലും ഇവന് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതായത് ഇവരുടെ ഈ ഇങ്ങനെ മാച്ച് ബോക്സ് ഇങ്ങനെ ലൈറ്റ് ചെയ്ത് കളയുമായിരുന്നു. അപ്പൊ ഇവര് വിചാരിച്ച അവൻ വെറുതെ ചെയ്യുന്നതായിരിക്കും, സമയം കളയാൻ വേണ്ടിയിട്ടാണെന്നാണ് അവര് വിചാരിച്ചത്. കുറച്ച് കളയുമായിരുന്നു. അപ്പൊ ഇവര് വിചാരിച്ച അത് വെറുതെ ഒരു കളിയായിരിക്കും. പക്ഷെ പിന്നെയാണ് ഇവർക്ക് മനസ്സിലായത് ഇവരുടെ ടെറസില് ഇവനും ഇവന്റെ ഫ്രണ്ട്സും ഒക്കെ കൂടി പോയി അവിടെ ഇരുന്നിട്ട് ഇത് സിഗരറ്റ് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവര് അപ്പോഴാണ് മനസ്സിലായത് ഇത് വെറുതെ ഇവിടെ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൻ കളിക്കുവാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷെ മോളിലായിരുന്നു അവൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവനെ വിളിച്ചോണ്ട് വന്ന സമയത്ത് അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, ഇപ്പൊ നീ എങ്ങനെ? അപ്പൊ അപ്പനമ്മയുടെ ചോദിച്ചു പറഞ്ഞു, ഇപ്പൊ അവൻ മെലിഞ്ഞു സിസ്റ്റർ, പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ മെലിഞ്ഞിട്ടുണ്ട് അവൻ. ഇപ്പൊ പണ്ടൊക്കെ സൈക്കിളൊക്കെ വേഗം ചവിട്ടും. ഇപ്പൊ അപ്പൊ അവൻ തന്നെ പറയണം, പണ്ടൊക്കെ ഞാൻ ഇവിടെ സൈക്കിൾ ചവിട്ടിയാൽ താഴെ പോയി നിൽക്കും, ഇപ്പൊ എനിക്ക് സൈക്കിൾ ചവിട്ടാൻ ബുദ്ധിമുട്ടാണ്, എനിക്ക് അത്ര എനർജി ഇല്ല. അപ്പൊ എന്നിട്ട് അവൻ പറയാണ്, ഞങ്ങളുടെ വീട്ടിൽ ഒരു മരമുണ്ട്, അതിന്റെ അവിടെ ഒരു ചെറിയ തുളയുണ്ട്, അതിനകത്ത് ഇപ്പൊ ഒരു കുപ്പി വെച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അവൻ പറഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞാല് ഞാൻ ഇവിടെ ആശ്വാസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോ ആ കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് ഞാൻ പോകുമ്പോ അവിടെ നിന്ന് ഞങ്ങളുടെ മഠത്തിലേക്ക് വിമലാലയത്തിലേക്ക് നടക്കണ മുമ്പ് ഞാൻ നടന്നു പോകും. കാരണം എന്ന് വെച്ചിട്ടുണ്ടല്ലോ എനിക്ക് ഒരു അൺവൈൻഡിങ് ആണ്. കാരണം ഇതൊക്കെ കേട്ട് വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ ഏത് ലോകത്താ ജീവിക്കുന്ന ഒരു ചിന്തയാണ്. ആമ്പിളരും മാത്രം പറയാൻ പറ്റില്ല, പെമ്പിളറും ഉണ്ട് ഈ വക കാര്യത്തില്. അപ്പൊ ഒരിക്കലും ഇങ്ങനെ അപ്പനമ്മയും ഒരു മോളെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കൗൺസിലിങ്ങിനാണ്. അപ്പൊ അവള് ആരാണ്ടും കൂടെ വർത്താനം പറയണുണ്ട്, രാത്രിയിലാണ് വിളിക്കണത്. അപ്പൊ അവളുടെ കയ്യിൽ മൊബൈൽ ഇല്ല. അപ്പൊ ഇവര് വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, സിസ്റ്റർ ഒന്ന് ചോദിക്കണം എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അവള് പറയണം ഇവളാണ് വിളിക്കുന്നതെന്ന് ആ ചെറുക്കൻ പറയണം. പക്ഷെ അപ്പനമ്മ പറയുന്ന അവളുടെ അടുത്ത് മൊബൈൽ ഇല്ല. അവസാനം നോക്കിയപ്പോ അപ്പനും അമ്മയും ഇറങ്ങി കഴിഞ്ഞ പിന്നെ അപ്പന്റെ മൊബൈലിൽ നിന്ന് സിമ്മ് മാറ്റിയിട്ട് ഇവളുടെ കയ്യിലുള്ള സിമ്മ് ഇട്ടിട്ട് ആ ചെറുക്കനെ വിളിക്കണം. അപ്പൊ ഇത് 1 വർഷത്തോളം നടന്നിട്ടുണ്ട് സംഭവം. അപ്പനമ്മയും അറിഞ്ഞില്ല. അപ്പൊ പിള്ളേർ ഇങ്ങനെ ആകുമ്പോ നമ്മള് എന്തുമാത്രം വിജിലന്റ് ആയിരിക്കണം എന്ന് നോക്കണം. അപ്പൊ പ്രിയപ്പെട്ട സഹോദരി, ഒരു ഫാമിലിയുടെ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലം എത്രമാത്രം ആരോഗ്യകരമായ ബന്ധങ്ങൾ കൊണ്ട് സമ്പന്നമായിരിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരിയുടെ കുടുംബത്തെ പറ്റി നമ്മുടെ പ്രേക്ഷകരോടൊന്ന് സംസാരിക്കാനായിട്ട് ഈ ഒരു അവസരം ഉപയോഗിക്കാം. എവിടെയാണ് വീട്? ഞാൻ ഊട്ടിയിൽ നിന്നാണ്. ഊട്ടിയിലാണ് ജനിച്ചത്? അതെ, ഊട്ടിയിലാണ് ജനിച്ചതും വളർന്നതും പഠിച്ചതും അവിടെയായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടില് അച്ഛനും അമ്മയും പിന്നെ ഒരാങ്ങള, ഞങ്ങൾ 2 മക്കളാ. അപ്പൊ അപ്പച്ചൻ മരിച്ചിട്ട് ഇപ്പൊ 13 വർഷമായി. അമ്മയും ആങ്ങളയും ഉണ്ട്. പിന്നെ ഇപ്പൊ ഞാന് അല്ല, അപ്പച്ചൻ തമിഴാണ്, അമ്മ മലയാളി. പക്ഷെ ഞങ്ങള് അവിടെ തന്നെയാ ജനിച്ചു വളർന്നു പഠിച്ചത് എല്ലാം. അപ്പൊ ഞാൻ ജോയിൻ ചെയ്യണ മുമ്പ് ഞാൻ പഠിച്ചത് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പം എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണോ സന്യാസത്തിൽ? അതെ. എഞ്ചിനീയറിംഗ് ഇഷ്ടമില്ലാഞ്ഞിട്ട് ചേർന്നോ? അല്ല, അങ്ങനെയല്ല. എനിക്ക് പഠിക്കണം, ജോലി ചെയ്യണം, ഇതായിരുന്നു എന്റെ മൈൻഡിൽ എപ്പോഴും. എനിക്ക് കല്യാണം കഴിക്കുന്നതൊന്നും എനിക്ക് എന്റെ ഒരു ഇൻട്രസ്റ്റ് അല്ലായിരുന്നു. പക്ഷെ ജോലി ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഒരു മേഖല തിരഞ്ഞെടുത്തതും പഠിച്ചതും. പിന്നെ അത് കഴിഞ്ഞപ്പം ഞാൻ ജോലി ചെയ്യുമായിരുന്നു. ഞാൻ ഒരു FMM സ്കൂളിൽ ജോലി ചെയ്യുമായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റ മോളായതുകൊണ്ട് എൻ്റെ അപ്പച്ചൻ തീർച്ചയായിട്ടും എന്നെ പുറത്ത് എങ്ങും വിടൂല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പുറത്ത് എവിടെയെങ്കിലും എനിക്ക് നല്ല ജോലിയൊക്കെ ഊട്ടിന്ന് പുറത്തൊക്കെ കിട്ടിയിട്ട് ഞാൻ പോയില്ല. കാരണം അപ്പച്ചൻ വിടില്ല. അത് ഒരു കാര്യമായിരുന്നു. പക്ഷെ എനിക്ക് ഇങ്ങനെ ചേരണം എന്ന് വെച്ച് വന്നപ്പോഴത്തേക്കും അതൊരു പെട്ടെന്നൊരു തീരുമാനമായിരുന്നു. ഒരിക്കലും ഞാൻ ഇവിടെ ഡിവൈനില് ധ്യാനത്തിന് വന്നു. അതായത് ജാനുവരി 1995 എനിക്കത് കൂടണം ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോയപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ടായത്. അല്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്യണം, ജീവിക്കണം, അപ്പനമ്മയെ നോക്കണം, അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് പോയപ്പോൾ ഞാൻ ചിന്തിച്ചു, നമ്മൾ അപ്പനമ്മയെ നോക്കിയിട്ട് നമ്മൾ മാത്രം ഇങ്ങനെ ജീവിക്കുന്നത് ഒരു ജീവിതമല്ല. അപ്പൊ അത് ആർക്കെങ്കിലും ഒന്ന് പ്രയോജനപ്പെടണം.
അപ്പൊ അങ്ങനെ ഒരു ചിന്ത പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നു. ഈ ഡിവൈൻ ധ്യാന കേന്ദ്രമാണ് ശരിക്കുള്ള വൊക്കേഷൻ പ്രൊമോട്ടർ. അതെ. അപ്പൊ ഞാൻ എന്റെ അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞു ഒരിക്കലും, ഞാനിങ്ങനെ ആലോചിച്ചിരുന്നിട്ട് കുറെ ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു കോൺവെന്റ് ചേരണം, പിന്നെ അത് എനിക്ക് പെട്ടെന്ന് സിസ്റ്റർ ആകണം, ഇനി കുറെയൊക്കെ പഠിച്ചിട്ടൊക്കെ പോണത് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ FMM ആയിരുന്നു എൻ്റെ ഒരു ഞങ്ങളുടെ അടുത്ത് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളത്, ഞാൻ അവിടെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ സഭയുടെ കോൺവെന്റ് അടുത്ത് തന്നെയായിരുന്നു. അപ്പം അമ്മ അവിടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് ഇതിനൊക്കെ പോകുമായിരുന്നു. അപ്പം അമ്മ അവിടെ ചെന്ന് ഞങ്ങളുടെ ഒരു സിസ്റ്ററുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഞങ്ങളെ വന്ന് കാണാൻ പറന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ പോയി കണ്ടു. അപ്പോൾ ഞാൻ ആഗ്രഹിച്ച പോലെ ആയിരുന്നു അവിടുത്തെ ഞങ്ങളുടെ കാരിസം. അതായത് അപ്പൊ ഞങ്ങളുടെ കാരിസം എന്താണെന്ന് വെച്ചാല് എല്ലാ സ്ഥലത്തും ഇവർക്ക് എങ്ങനെ വേണം അതുപോലെയാണ് നമ്മുടെ ഒരു എന്താ പറയുന്ന മിഷൻ. അതായത് ഞങ്ങൾക്ക് പ്രത്യേക മിഷനൊന്നും ഇല്ല. ഇപ്പൊ ഞങ്ങളുടെ സഭയിൽ ഡോക്ടേഴ്സ് ഉണ്ട്, പിന്നെ ടീച്ചേഴ്സ് ഉണ്ട്, നഴ്സസ് ഉണ്ട്, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ പലരും അതാത് മേഖലയിലുള്ളവരാണ്. അപ്പൊ ഇത് പ്രത്യേകിച്ച് ഈ ജോലിയാണെന്നില്ല. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ മറ്റൊരു കാര്യം ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഞങ്ങളുടെ സഭയിൽ മാതാപിതാക്കളെ നോക്കാനുള്ള ഒരു കൺസേൺ ഉണ്ട്. അപ്പം അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എൻ്റെ മനസ്സിലുള്ളത് അതായിരുന്നു. ഇങ്ങനെ അപ്പനും അമ്മയും അങ്ങനെ വിട്ടേച്ച് പോണത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ എനിക്കുള്ള ബ്രദർ, പിന്നെ അവൻ്റെ അടുത്തും പറയാൻ പറ്റില്ല നീ വേണം ചെയ്യണമെന്ന് എനിക്ക് അവൻ്റെ അടുത്ത് കൽപ്പിക്കാൻ പറ്റൂല. പക്ഷെ എനിക്ക് അത് ചെയ്യാമായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ എൻ്റെ മൈൻഡും ഇതും എല്ലാം കൂടി ഒരുമിച്ചായപ്പോഴത്തേക്കും ഞാൻ തീരുമാനിച്ചു. അങ്ങനെ 96 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പോൾ സിസ്റ്റേഴ്സ്, ഞാൻ ജോലി ചെയ്ത സ്ഥലത്ത് സിസ്റ്റേഴ്സ് അവർ ഒത്തിരി എന്നെ സഹായിച്ചു. അപ്പൊ അവർക്കറിയാം ഞാനിങ്ങനെ ഭയങ്കര ക്ലോസ്ഡ് ആണ് ഫാമിലി ആയിട്ട്. അപ്പൊ ഇങ്ങനെ ഞാൻ പോയി നിൽക്കുമോന്നൊരു സംശയം എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു സുനിതയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ എപ്പോൾ ഇഷ്ടമില്ലെന്ന് തോന്നിയാലും തിരിച്ചിങ്ങോട്ട് പോരാ, നിന്റെ ജോലി ഇവിടെ തന്നെ ഉണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ബോംബെക്ക് നോവിഷ്യായിട്ട് പോകുന്നവരെ എൻ്റെ ജോലി അവിടെ അവർ വെച്ചിരുന്നു. അതൊരു നല്ല, എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. അതായത് FMM സിസ്റ്റേഴ്സ് വേറൊരു കോൺഗ്രിഗേഷനാണ്. ആ കോൺഗ്രിഗേഷന്റെ സ്കൂളിലാണ് സഹോദരി പഠിച്ചത്, ജോലി ചെയ്തത് അവിടെ തന്നെയാണ്. അപ്പം അവിടുന്ന് മറ്റൊരു സന്യാസ സഭയിൽ ചേരാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവര് അതിനുള്ള എല്ലാ സഹായവും ചെയ്തു തന്നു. ഇനി ആ ജീവിതം തുടരാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാം എന്നുള്ള ഒരു അന്തരീക്ഷം ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലേ. അതുപോലെ എൻ്റെ ഒരു അങ്കിള് സലേഷ്യൻ ബ്രദർ ആയിരുന്നു. അപ്പൊ അങ്കിളും എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ട് തനിക്ക് ഇഷ്ടമല്ലെന്ന് ചിന്തിക്കുവാണെങ്കിൽ ഒരിക്കലും നീ വിഷമിക്കരുത്, തിരിച്ച് എന്നോട് അവിടെ പോര്, തൻ്റെ എന്തായാലും പഠിക്കുന്നു, തൻ്റെ കയ്യിൽ പഠിത്തമുണ്ട്, അതോർത്തും താൻ ഒട്ടും വിഷമിക്കരുതെന്ന ഒരു ചിന്തയായിരുന്നു അങ്കിള് പറഞ്ഞതും. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഒരിക്കലുമില്ല. ഇന്ന് വരെ, ഇന്ന് എനിക്ക് 23ാമത്തെ വർഷമാണ് ഇത്. ഞാൻ 2000 എൻ്റെ ഫസ്റ്റ് പ്രൊഫഷൻ. അത് കഴിഞ്ഞിട്ട് ഇന്ന് വരെ എനിക്ക് അങ്ങനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ കയറിപ്പോയ സ്ഥലത്തായാലും ഏത് ജോലിയായാലും ഭംഗിയായിട്ട് ചെയ്യാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ MA ക്രിസ്ത്യൻ സ്റ്റഡീസ് പഠിച്ചു. ക്രിസ്ത്യൻ സ്റ്റഡീസും പിന്നെ MSc സൈക്കോളജി. അപ്പോൾ MSc സൈക്കോളജി പഠിച്ചപ്പോൾ പിന്നെ ഞാൻ 2000 എൻ്റെ വൗസ് കഴിഞ്ഞ പിന്നെ ഞാൻ ഹോസ്റ്റലിലായിരുന്നു മിക്കപ്പോഴും വാർഡനായിട്ട്. അപ്പോൾ എനിക്ക് ഹോസ്റ്റലിലായിരുന്നപ്പോഴാണ് എനിക്ക് കൗൺസിലിങ്ങിൻ്റെ ഒരു ചാൻസ് എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ എൻ്റെ പിള്ളേരെ തന്നെയായിരുന്നു. എന്നെ ഇങ്ങനെ ഒരു 2-3 പിള്ളേർ പ്രശ്നത്തിലായി വന്നപ്പോൾ അപ്പോൾ ഞാൻ അവരെ ഗൈഡ് ചെയ്തു. പക്ഷെ ഞാൻ സൈക്കോളജി പഠിച്ചെങ്കിൽ എനിക്ക് അവരെ എങ്ങനെ ഗൈഡ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. കാരണം കൗൺസിലിംഗ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് എനിക്ക്. അപ്പോൾ അത് എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ അതിൽ ഒരു കുട്ടി ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്. അവൾ എൻ്റെ ക്ലാസ്സിലായിരുന്നു ഞാൻ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ അവള് ഇവിടെ കോളേജിൽ പഠിക്കുമായിരുന്നു. അപ്പോൾ അവൾ ആ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അവളിങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് എനിക്ക് അവളുടെ പേരൻസിനെ അറിയാമായിരുന്നു, അവർ വേറെ സ്ഥലത്തെ. അപ്പം ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ അവൾ വീട്ടിലേക്ക് ഹോളിഡേയ്സിന് വരുന്നുണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് അവളെ ഒരു കൗൺസിലറുടെ കൊണ്ടുപോയി കാണിക്കണം, അവൾക്ക് ഏതാണ്ട് പ്രശ്നമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ സിസ്റ്റർ അങ്ങനെയല്ല, അവൾക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഇല്ല, ഏതാണ്ട് പ്രശ്നമുണ്ട്, പക്ഷെ ഞാൻ അവളോട് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ കൊണ്ടുപോയി കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവള് വീട്ടിൽ പോയി പിന്നെ എല്ലാ ദിവസവും എന്നെ വിളിച്ചു പറയും ഞാൻ ഇന്ന് കൗൺസിലറുടെ പോയി സിസ്റ്ററെ ഇങ്ങനെ പറഞ്ഞു, കൗൺസിലർ ഇങ്ങനെ പറഞ്ഞു, ഇത് ചെയ്യാൻ പറഞ്ഞു എല്ലാം പറയുമായിരുന്നു അവള്. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച 10 ദിവസം കഴിഞ്ഞപ്പോൾ അവളുടെ അപ്പൻ തന്നെ എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് പറഞ്ഞു സിസ്റ്റർ ഇപ്പോൾ അവള് ഷീസ് നോർമൽ,
അപ്പം അവിടെ പോയപ്പോൾ കൗൺസിലർ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ അത് ഫൗണ്ടേഷൻ ലേ ചെയ്തിട്ടുണ്ട്, ആരായിരുന്നു ഇവളോട് സംസാരിച്ചത്, അത്ര ഭംഗിയായിട്ട് അവർ ചെയ്തത് കൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു അവളെ ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി, അപ്പൊ ഇവിടെ ഏതാണ്ട് ഒരു ഇത് കഴിവുണ്ട് എനിക്കെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായി. അതുപോലെ തന്നെ 2 പിള്ളേരുടെ പ്രശ്നങ്ങളായിരുന്നു. ദേ വെർ ദ കോസ് ഫോർ മീ ടു ചൂസ് ദിസ് കൗൺസിലിംഗ്. അപ്പൊ ആ 2 പിള്ളേരുടെ ഒരു കുത്തി പിന്നെ അവളുടെ അപ്പനോട് ഭയങ്കര കാര്യമാണ്, അപ്പൻ ആർമിയിലായിരുന്നു. അപ്പൊ അവർക്ക് ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഇവൾ എപ്പോഴും വിഡ്രോവലായിരുന്നു. അപ്പൻ വരുമ്പോ ഇവിടെ നിൽക്കും. അപ്പൊ ഞാൻ പറയാം, തന്റെ അപ്പനല്ലേ, അപ്പന്റെ അടുത്ത് തനിക്ക് ഓടിപ്പോകാനും ഒന്ന് പിടിക്കാൻ എന്താണ്? അയ്യോ ഇല്ല, പറ്റൂല സിസ്റ്റർ, അപ്പൻ അപ്പോഴും ഒരു ഓഫീസറാണ്, അപ്പൊ മകളുടെ അടുത്ത് അങ്ങനെ ഇണങ്ങൂല. പിന്നെ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കൗൺസിലിംഗ് തിരഞ്ഞെടുത്തപ്പോൾ അന്ന് ഞങ്ങളുടെ പ്രൊവിൻഷ്യലായിരുന്ന സിസ്റ്റർ ജോയ്സ് ജോസഫിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ഇത് ഏതാണ്ട് ഉണ്ട്, എനിക്കിങ്ങനെ ചെയ്യണം എന്ന് തോന്നി. പിന്നെ എനിക്ക് ഈ ഹാൻഡിക്രാഫ്റ്റ് ഒക്കെ എനിക്ക് ഭയങ്കര കാര്യമായിരുന്നു, അതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ മേഖലയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ പുള്ളി എനിക്ക് തന്ന ഓപ്ഷൻ ഒന്ന് ബാംഗ്ലൂർ അല്ലെങ്കിൽ പൂനെ അല്ലെങ്കിൽ ഗോവ, 3 സ്ഥലത്തെ എവിടെ വേണമെങ്കിലും മോള് ചൂസ് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറി നിൽക്കാൻ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഉണ്ട് ഗോവയിൽ. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ അവിടെ ഞാൻ ഗോവ യൂണിവേഴ്സിറ്റിയിൽ കൗൺസിലിംഗ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പം എഞ്ചിനീയറിംഗും കഴിഞ്ഞു, ക്രിസ്ത്യൻ സ്റ്റഡീസും കഴിഞ്ഞു, പോസ്റ്റ് ഗ്രാജുവേഷൻ കൗൺസിലിംഗ് കഴിഞ്ഞു. അപ്പം അതിനുശേഷം ഇപ്പം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സഭയുടെ വ്യത്യസ്തമായ മേഖലകൾ ഏതൊക്കെയാണ്? ഇപ്പം എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞു, എന്നാലും സഭ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സേവന മേഖലകൾ ഏതൊക്കെയാണ്? ഞങ്ങൾക്ക് ഇന്ത്യയിൽ വെച്ച് തന്നെ ഇപ്പൊ ഞങ്ങൾക്ക് കോളേജസ് ഉണ്ട്. ഇപ്പൊ ബോംബെയിലാകുമ്പോൾ നിർമ്മല നികേതൻ കോളേജ്, സോഷ്യൽ വർക്ക് ആൻഡ് ഹോം സയൻസ് കോളേജ് ഉണ്ട്. ഇവിടെ പിന്നെ മാംഗ്ലൂർ ഞങ്ങൾക്ക് സോഷ്യൽ വർക്ക് കോളേജ് ഉണ്ട്. പിന്നെ അതുപോലെ വിമലാലയം, ഇത് ഇവിടെ ഇങ്ങനത്തെ സ്ഥാപനങ്ങളുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി കോളേജസ്. വിമലാലയം എന്തെല്ലാമാണ് അതിനകത്ത് ഉള്ളത്? അവിടെ ഞങ്ങൾക്ക് ഈ ഫൈബർ കൊണ്ടുണ്ടാകുന്ന ആർട്ടിക്കിൾസ് ചെയ്യുന്നതായിരുന്നു. പണ്ട് അത് ഒത്തിരി പേർക്ക് ഇതായിരുന്നു. ഇപ്പൊ നമുക്ക് റോ മെറ്റീരിയൽസ് ഒത്തിരി കിട്ടുന്നില്ല, എന്നാലും അത് നടന്നുകൊണ്ടിരിക്കുവാണ്. ഈ ഫൈബർ കൊണ്ട്, ബനാന ഫൈബറും പിന്നെ വാഴനാരും പനനാരും കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. പിന്നെ ഇവിടെ കോളേജ് ഉണ്ട്, ഹോസ്റ്റലുണ്ട്, അവിടെ ചേച്ചിമാരുണ്ട്. വിമലാലയം എന്ന് പറയുമ്പോൾ അത് പണ്ട് അവിടെ ഹോം സയൻസ് കോളേജ് ആയിരുന്നു, അപ്പം ഫേമസ് ആയിരുന്നു. ഇപ്പൊ ഹോം സയൻസ് കോളേജ് അത്രയില്ല. ഇപ്പൊ 3 months കോഴ്സ്, 6 months കോഴ്സ് അങ്ങനെയാ നടക്കുന്നത്. അതില് പിന്നെ ഹോസ്റ്റലുണ്ട്, അത് വർക്കിംഗ് വിമൻ ഹോസ്റ്റലും ഉണ്ട്, പിന്നെ സ്റ്റുഡൻസ് ഹോസ്റ്റലുണ്ട്. പിന്നെ കോളേജ് BCom +1 +2 BCom ഉണ്ട് അതിനകത്ത്. അതായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അതല്ലാതെ ഈ സ്ട്രീറ്റ് ഹോം, പെമ്പിളാർക്കുള്ള സ്ട്രീറ്റ് ചിൽഡ്രൻ ഹോം ഉണ്ട്. അത് തമ്മനത്തുണ്ട്. പിന്നെ വാത്സല്യ ഭവൻ എന്ന് പറഞ്ഞിട്ട് ഡോൺ ബോസ്കോ അച്ഛന്മാരുടെ കീഴിലാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. അപ്പൊ വർഷങ്ങളായിട്ട് നമ്മൾ അതിന്റെ കൂടെ വടുതലയിലുണ്ട് ഫോർ ദ ഗേൾസ്. പിന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ എവിടെയൊക്കെയാണ്? തമിഴ്നാട്ടിലുണ്ട്, ഞങ്ങൾക്ക് 3 എണ്ണം ഉണ്ട്. പിന്നെ തമിഴ്നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്, കർണാടകയിലുണ്ട്. കർണാടകയിൽ പിന്നെ എന്ന് വെച്ചപ്പോൾ ഈ ബിജാപൂർ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഈ ദേവദാസി സിസ്റ്റംസ് ഒക്കെ ഒത്തിരി ഉള്ള സ്ഥലമാണല്ലോ. അവിടെയൊക്കെ റൂറൽ ഏരിയാസിൽ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ജോലി ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ദേവദാസി സിസ്റ്റം ഉള്ള ആ സ്ഥലത്ത് നിങ്ങൾ എങ്ങനെയാണ് അവരെ? ബിജാപൂർ എന്ന് പറയുമ്പോൾ ഇറ്റ് പ്രീഡോമിനന്റ്ലി നമ്മുടെ ആൾക്കാരിൽ കാത്തലിക്സ് ആരും ഇല്ല. അപ്പൊ ഇവര് ജോലി ചെയ്യുന്നതൊക്കെ മറ്റേ മതസ്ഥർക്ക് വേണ്ടിയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം. അതായത് ഈ സോഷ്യൽ വർക്ക് തന്നെയാണ്. ഈ ദേവദാസി ഒക്കെ ഒത്തിരി ഉള്ള സ്ഥലമാണ് അത്. അപ്പൊ അവരെയൊക്കെ പഠിപ്പിക്കുന്നത് വിമൻ എംപവർമെന്റ്. അപ്പൊ അതിന് എന്ത് വേണമെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവരെ എംപവർ ചെയ്യാനുള്ള, കാരണം ഇതൊക്കെ കുഞ്ഞു പിള്ളേരായിട്ട് തന്നെ കുടുംബത്തിൽ അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഭർത്താവ് മരിച്ച് അവരെ എംപവർ ചെയ്യണത്. അവരെങ്ങനെയാണ് കമ്മ്യൂണിറ്റിയായിട്ട് താമസിക്കുകയാണോ? അവർ കമ്മ്യൂണിറ്റിയിലല്ല, അവരവരുടെ വീടുകളിലാണ് താമസിക്കുന്നത്. പക്ഷെ അവർക്കുള്ള ഈ പ്രോജക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഗവൺമെന്റ് പ്രോജക്ട്സ് ഒക്കെ എഴുതി ചെയ്തിട്ട് അപ്പൊ അവർക്ക് വേണ്ടി എംപവറിംഗ് എബിലിറ്റീസ് അവർ കൊണ്ടുവരുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ എല്ലാം ചെയ്യുന്നുണ്ട് അവര്. ഇപ്പൊ ചിലപ്പോൾ അവർക്ക് എവിടെ പോയി എന്ത് ചോദിക്കണം, എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ലായിരിക്കും. അതുപോലെ തന്നെ പല ഗ്രൂപ്പ്സ് ഉണ്ട്. അവരുടെ മാതാപിതാക്കൾ അവരെ ഹെൽപ്പ് ചെയ്യില്ല. അവർ എന്ന് വെച്ചാൽ അവരും എല്ലാം ഇല്ലിറ്ററേറ്റ് അല്ല അച്ഛാ, പഠിത്തം കുറവല്ലേ. ഇപ്പൊ നമ്മൾ ഈ റൂറൽ ഏരിയയിൽ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, പഠിത്തം എന്ന് പറയുന്നത് തീരെ ഇല്ലാത്ത മേഖലയാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്നതും പിന്നെ അതുപോലെ ഈ എന്തെങ്കിലും ജോലികളൊക്കെ മീൻസ് ഗവൺമെന്റ് പ്രോജക്ട്സ് ഉണ്ട്. അപ്പൊ അതനുസരിച്ച് അവര് ഈ വിമൻ എംപവർമെന്റ് ഒക്കെ ഗവൺമെന്റിന്റെ അടുത്ത് മേടിച്ചു കൊടുക്കുന്നതും ഇതൊക്കെയാണ് അവര് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഞങ്ങളുടെ സഭയുടെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ സിസ്റ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നില്ല, പല സ്ഥലത്തും ഞങ്ങളെ മിസ് എന്നാണ് അറിയപ്പെടുന്നത്.
അപ്പൊ ഞങ്ങളുടെ സഭയുടെ ഒരു പ്രത്യേകത അതാണ്. ഞങ്ങളുടെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സമയത്ത് തുടങ്ങിയതാണ്. ഇൻ 1790. 1790 അതെ, ഫ്രാൻസിൽ തുടങ്ങിയതാണ്. ആരാണ് ഫൗണ്ടർ? ഞങ്ങളുടെ ഫൗണ്ടർ ഫാദർ പീറ്റർ ജോസഫ് ഡിക്ലോറിവേസ്, ജസ്വിറ്റ് അച്ഛനാണ്. പിന്നെ അഡിലെ ഡിസിസെ എന്ന് പറഞ്ഞ ഒരു വനിതയാണ് ഇതിന്റെ കൂടെ. അപ്പൊ രണ്ടാളും ചേർന്ന് തുടങ്ങിയതാണ് ഞങ്ങളുടെ സഭ. എന്തായിരുന്നു തുടക്കത്തിന്റെ ഇത് ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സമയത്ത് എല്ലാം ഈ പേരൻസ് ഇല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ പിന്നെ പ്രത്യേകിച്ച് ഇത് റീസൺ എന്താണെന്ന് വെച്ചാൽ അച്ഛന്മാരും സന്യസ്തർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. അപ്പൊ അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരുന്നു ഞങ്ങളുടെ സഭയുടെ നോക്ക് ആ സമയത്ത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഉടുപ്പൊന്നുമില്ല. ഞങ്ങൾ ഏത് സംസ്ഥാനത്തുണ്ടോ അതുപോലത്തെ ഉടുപ്പായിരിക്കും. ഞങ്ങൾ സാരിയും ഇപ്പൊ ഇതിലൊക്കെ പോയാൽ ഇപ്പൊ ഞങ്ങൾക്ക് ആഫ്രിക്കയിലെ എല്ലാം 5 കോണ്ടിനെന്റ്സിലുണ്ട്. ഇപ്പൊ ആഫ്രിക്കയിലെ കാണുമ്പോൾ അവരുടെ ഉടുപ്പായിരിക്കും സിസ്റ്റേഴ്സ് ഇടുന്നത്. അതുപോലെ തന്നെയാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ പുറത്ത് അവർക്ക് അറിയില്ല. ഇപ്പോഴും സീക്രസിയിലാണ് ഞങ്ങൾ ഒരു ചില സ്ഥലങ്ങളിലൊക്കെ ജീവിച്ചു പോകുന്നത്. എല്ലാ കോണ്ടിനെന്റ്സിലും നിങ്ങൾക്ക് 5 കോണ്ടിനെന്റ്സിലുണ്ട്. 5 കോണ്ടിനെന്റ്സിൽ ആഫ്രിക്ക പറയാറില്ല. ഇല്ല, പറയാറില്ല. എല്ലായിടത്തും സിസ്റ്റേഴ്സ് ഉണ്ടോ? ഉണ്ട്, എല്ലായിടത്തും സിസ്റ്റേഴ്സ്. ഏത് സംസ്ഥാനത്താണ് കൂടുതൽ ആളുകൾ? സംസ്ഥാനത്തുനിന്നോ അല്ല, ഏത് രാജ്യത്തു നിന്നാണ്? ഇപ്പൊ ആഫ്രിക്കയിലുണ്ട്, ആഫ്രിക്കയിൽ നിന്നുണ്ട്. പക്ഷെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുവാണ്. ഫ്രാൻസിൽ നിന്നൊക്കെ. ഇപ്പൊ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്നാണ് പുറത്ത് കുറെ പേരൊക്കെ പോയിരിക്കുന്നത് മിഷണറീസ് ആയിട്ട്. അപ്പൊ ആഫ്രിക്കയിൽ പണ്ടേ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ മിസ്സെന്ന് അറിയപ്പെടുന്നത് ഇപ്പൊ ബാംഗ്ലൂരിൽ മറ്റു സ്ഥലത്തിലൊക്കെ പോകുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും. കാരണം ഞങ്ങൾ മിസ് എന്നേ ഇടുള്ളൂ, സൈൻ ചെയ്യുമ്പോഴൊക്കെ സിസ്റ്റേഴ്സ് ഒന്നും ഇടൂല. അപ്പൊ അതുകൊണ്ട് അവര് പല ഡിഫിക്കൽട്ട് ഏരിയാസ് ജപ്പാനിലൊക്കെ ഉണ്ട്. അപ്പൊ പാകിസ്ഥാനിൽ 2017 ഞങ്ങളുടെ ഒരു സിസ്റ്റർ റൂത്ത് ഫാവ് എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റർ മരിച്ചു. ഷീ വാസ് ദ വൺ ഫ്രം പാകിസ്ഥാൻ. ഷീസ് നോട്ട് എ പാകിസ്ഥാനി, ഷീസ് ഫ്രം ജർമ്മനി. അപ്പൊ പുള്ളിയായിരുത്തി അവിടെ ചെന്നിട്ടാണ് ഈ ലെപ്രസി ഒത്തിരി ഉണ്ടായിരുന്ന സമയമായിരുന്നു. അപ്പൊ പുള്ളി അതിനു വേണ്ടിയിട്ട് ഒത്തിരി ചെയ്ത്. ഷി വാസ് ഇൻ ദ അഡ്വൈസറി ബോർഡ് ഓഫ് ദ പാകിസ്ഥാൻ ഗവൺമെന്റ്. അപ്പൊ പുള്ളി 2017 മരിച്ചപ്പോൾ പുള്ളിക്ക് സ്റ്റേറ്റ് ഫ്യൂണറൽ ആയിരുന്നു അവിടെ പാകിസ്ഥാൻ ചെയ്തത്. സ്റ്റേറ്റ് ഫ്യൂണറൽ പ്ലസ് പുള്ളിയുടെ പേരിൽ $1 ഇറക്കിയായിരുന്നു. പിന്നെ അവിടുത്തെ സിറ്റി ഹോസ്പിറ്റൽ ഇസ് നെയിംഡ് ആഫ്റ്റർ ഡോക്ടർ റൂത്ത് ഫാവ്. പാകിസ്ഥാനിൽ അവരൊത്തിരി ആദരിച്ചു. It was a very nice thing of that. Good. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ലൈഫ് ഉണ്ടോ? അതെ, കമ്മ്യൂണിറ്റി ലൈഫ് ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ഇന്ത്യയിൽ എല്ലാവർക്കും കമ്മ്യൂണിറ്റി ലൈഫാ ഇന്ത്യയിൽ. പക്ഷെ പുറത്തെ സിസ്റ്റേഴ്സ് അങ്ങനെയല്ല. അവര് ചിലപ്പോ ഞാൻ പറഞ്ഞില്ലേ സീക്രട്ട് ആയിട്ട് ജീവിക്കുന്ന ഒരു ജീവിതമായിരുന്നു പണ്ട് തൊട്ടത്. ചിലപ്പോ അമ്മയും മോളും തന്നെ ഒരു കോൺഗ്രിഗേഷൻ, ഞങ്ങളുടെ കോൺഗ്രിഗേഷനിലായിരിക്കും. അവർക്ക് അറിയാൻ പാടില്ല പരസ്പരം ഇങ്ങനെയാണെന്ന്. ഇപ്പോൾ അവർ വരും ഒരു ഗ്യാതറിങ്ങിന് വരും. ഇപ്പോഴായാലും ചിലപ്പോൾ അത് എങ്ങനെയോ ഞങ്ങളുടെ സഭയിൽ ഓൺലി ഡോട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ അപ്പനും അമ്മയും കൂടെ ജീവിക്കും അവസാനം വരെ. അവർക്ക് എങ്ങും പോകാൻ പറ്റില്ല, അല്ല വേറെ മക്കളും ഇല്ല. അപ്പോൾ അങ്ങനെ ജീവിച്ചിട്ട് അവർ മരിച്ചു കഴിയുമ്പോൾ അവർ പിന്നെ ഞങ്ങളുടെ മഠത്തിലോട്ട് വരും. അപ്പോൾ അതിനു മുമ്പ് അവർക്ക് റിട്രീറ്റിന് പോകണമെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിന് പോകണമെങ്കിൽ അങ്ങനെ വരുമ്പോൾ നോവിഷ്യേറ്റിൽ കൊണ്ടുവന്നാക്കും, അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് അവിടെ പോയി നിൽക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതശൈലി. ഇപ്പൊ ഇന്ത്യയിലും ഉണ്ട് ചില സിസ്റ്റേഴ്സ്. വ്യത്യസ്തമായ ഒരു ജീവിതശൈലിയാണ്. എത്ര പ്രോവിൻസ് ഉണ്ട് ഇന്ത്യയിൽ? ഞങ്ങൾക്ക് 23 പ്രോവിൻസ് ഉണ്ട്. ഇന്ത്യയിൽ 23 പ്രോവിൻസസ് ഉണ്ട്. അംഗങ്ങൾ എത്ര പേരുണ്ട്? അംഗങ്ങൾ എന്ന് വെച്ചാൽ 200 and odd. എത്ര രാജ്യത്തു നിന്നുള്ള മെമ്പേഴ്സ് നിങ്ങളുടെ കോൺഗ്രിഗേഷൻ ലാസ്റ്റ് ഹോൾ ഉണ്ട്? അതാ ഞാൻ ഞങ്ങളുടെ ഇപ്പൊ ആഫ്രിക്കയിൽ നിന്നുണ്ട്, ആഫ്രിക്ക, UK എല്ലാം ഇപ്പൊ ഉള്ള 5 കോണ്ടിനെന്റ്സിനും എല്ലാവരും ഉണ്ട്. ജപ്പാനിൽ നിന്നുണ്ട്, പാകിസ്ഥാനിൽ നിന്നുണ്ട്, എല്ലാവരും തന്നെ ഉണ്ട്. എല്ലാവരും ഉണ്ട്. ഇന്റർനാഷണൽ കോൺഗ്രിഗേഷൻ. കൺസെപ്റ്റ്സും ഏതാണ്ട് അതുപോലെ ഒരു വൈഡ് പെർസ്പെക്റ്റീവിലാണ്. ഇപ്പൊ ഞങ്ങളുടെ ജനറൽ ചാപ്റ്റർ നടക്കാൻ പോകുന്നേ ഉള്ളൂ, ജൂലൈ ഓഗസ്റ്റിലാണ്. അപ്പോൾ ഞങ്ങളുടെ കൺസേൺസ് എന്തെന്ന് വെച്ചാലും അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നത് പോലെ ആയിരിക്കും. ഇപ്പം കാനഡ, USA സിസ്റ്റേഴ്സ് അവർ ഹോസ്പിറ്റൽസിലെ ചാപ്ലിനായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരൊക്കെ തനിച്ച് ജീവിക്കുന്നത്. അപ്പൊ അവർ വല്ലപ്പോഴാണ് കമ്മ്യൂണിറ്റിക്ക് വന്നു പോകുന്നത്. അവരുടെ ഡ്രസ് എന്തായിരിക്കും? അവരവിടുത്തെ ഡ്രസ് സ്കർട്ട് ആൻഡ് ബ്ലൗസ്, ലേ ഡ്രസ് ആണ്. എല്ലായിടത്തും എല്ലാ രാജ്യത്തും അവരവരുടെ ഡ്രസ്സാണ് ധരിക്കുന്നത്. അതായത് പേരുകൾ പോലും അവിടുത്തെ ആളുകളുടെ അനുസരിച്ച് മാറ്റുന്നു എന്ന് പറയുമ്പം ടോട്ടലി ഒരു വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സന്യാസ ശൈലി തന്നെയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ സഭയിൽ വിഡോസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞവര് ഉണ്ട്. ഇപ്പോഴും ഉണ്ട് അങ്ങനെ? ഉണ്ട്.
അതായത് വിഡോസ് ആയി കഴിഞ്ഞാൽ മക്കളുടെ ഉത്തരവാദിത്തമൊക്കെ കഴിഞ്ഞാൽ നിങ്ങളുടെ കഴിഞ്ഞവരും സഭയിൽ ഉണ്ട്. വന്നാൽ സന്യാസിനിയായിട്ട് തുടരാം, ഉം. ജീവിക്കാം. യെസ്, അങ്ങനെ സാഹചര്യം ഇപ്പോഴും ഉണ്ട്. ഉണ്ട്, ഉണ്ട്. കത്തോലിക്ക സഭയുടെ സന്യാസ ജീവിത ശൈലി എത്രമാത്രം വ്യത്യസ്തമാണ് എന്ന് ഈ ഒരു വേദിയിലാണ് നമ്മൾക്ക് പ്രേക്ഷകർക്കും ഞങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് മറ്റാരിലൂടെയുമല്ല, നമ്മളുടെ പ്രിയപ്പെട്ട സിസ്റ്റർ സുനിത ക്രൂസിലൂടെയാണ്. സാധാരണ മനുഷ്യരുടെ വസ്ത്രധാരണം സ്വീകരിച്ചുകൊണ്ട് ഏത് നാട്ടിലാണോ ഏത് സംസ്കാരത്തിലാണോ ജീവിക്കുന്നത് അവരുടെ സംസ്കാരവുമായിട്ട് ഇഴുകിച്ചേർന്നുകൊണ്ട് ക്രിസ്തുവിനെ പങ്കിട്ട് കൊടുക്കുക എന്ന് പറയുന്ന ഒരു വിശാലമായ ഒരു സന്യാസ സംസ്കാരത്തിന്റെ ഒരു ചിഹ്നമായിട്ടാണ് പ്രിയപ്പെട്ട സിസ്റ്റർ സുനിത ക്രൂസ് ഇന്ന് നമ്മോടൊപ്പം ചെലവഴിച്ചത്. ഈ ഒരു കാലഘട്ടം ആവശ്യപ്പെടുന്ന സന്യാസ ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങൾ, പ്രതിസന്ധികൾ, പല സന്യാസ സഭകളിലുമുള്ള സമർപ്പിതർ പുറത്തു പറയാൻ അല്ലെങ്കിൽ ഉള്ളിൽ സംവഹിക്കുന്ന ആന്തരിക സംഘർഷങ്ങൾക്കൊക്കെ പരിഹാരമുണ്ട് ഈ ഒരു സന്യാസ സഭയുടെ ഈ ഒരു ജീവിത ശൈലിയിലും പൈതൃകത്തിലും. അപ്പോൾ ഏത് ജീവിതാവസ്ഥയ്ക്കും ഇണങ്ങുന്ന, ഏത് സാഹചര്യങ്ങൾക്കും അനുരൂപമായ രീതിയിൽ സമർപ്പിതരെ രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന വളരെയേറെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കാരിസം, അത് ഈ ഒരു കാലത്തും സന്യാസത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട്. വിധവകൾക്കും ഇപ്പോഴും പോയി അംഗങ്ങളാകാൻ കഴിയുന്ന ഒരു സന്യാസ സമൂഹം ആയിരിക്കുന്ന, സഭയിൽ അംഗമായിരിക്കുന്ന സമയത്ത് തന്നെ മാതാപിതാക്കൾക്ക് വേണ്ട പരിചരണം കൊടുക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു സന്യാസ സമൂഹം. ഒപ്പം ആദ്യവ്രതം ചെയ്തതിന് ശേഷം മാതാപിതാക്കളോടുള്ള പരിചരണം, ആ ഒരു ഉത്തരവാദിത്വം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം നിത്യവ്രതം ചെയ്യാനുള്ള ഒരു വലിയ സാധ്യത. ഇങ്ങനെ ആധുനിക കാലത്ത് അല്ലെങ്കിൽ പാരമ്പര്യമായി നമ്മൾ പരിചയപ്പെട്ടു വന്ന സന്യാസ ജീവിത ശൈലികൾക്കൊക്കെ വ്യത്യസ്തമായ ഒരു പുതിയ സന്യാസ ജീവിത ശൈലി. പക്ഷെ അത് പുതിയതല്ല. ഒരുപക്ഷെ കത്തോലിക്ക സഭയിലെ സന്യാസത്തിലെ ഏറ്റവും പഴക്കമാർന്ന, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സന്യാസ ശൈലിയാണ് ഇന്ന് പ്രിയപ്പെട്ട സിസ്റ്റർ സുനിത ക്രൂസ് അവതരിപ്പിക്കുന്നത്. ഈ ഒരു സന്യാസ ജീവിതത്തിലൂടെ അനേകായിരങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഈ സമർപ്പിതയുടെ ജീവിത വഴികൾ കൂടുതൽ പ്രകാശമാനമാകട്ടെ. ഈ സന്യാസ സഭയ്ക്കും കൂടുതൽ ശുശ്രൂഷകൾ ചെയ്യാനുള്ള അവസരം ലഭിക്കട്ടെ. ഇനിയും ചൈതന്യമുള്ള മറ്റൊരു ജീവിത സാക്ഷ്യവുമായി നമുക്ക് ഇതേ വേദിയിൽ കണ്ടുമുട്ടാം. എല്ലാ പ്രേക്ഷകർക്കും കൃത്യമായ നന്ദി. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ 1995 സോഷ്യൽ വർക്ക് തുടങ്ങിയിരുന്നു. തലമുറയിൽ ഞാനൊക്കെ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ പോണ വില്ലേജുകളിൽ ആർക്കും തന്നെ എഴുതാനും വായിക്കാനും അറിയില്ല, ആ ഈ എന്ന് പോലും അറിയത്തില്ല. 2013 തുടങ്ങി ആദ്യത്തെ വാട്ടർ ഷെഡ് 2019 അത് കംപ്ലീറ്റ് ചെയ്ത് അവിടെ ആ വില്ലേജിലെ ആൾക്കാരുടെ ഒരു സൊസൈറ്റി ഉണ്ട്, അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അപ്പോൾ എൻ്റെ ടാങ്കിൽ ഞാനൊരു തുണിയിട്ട് കെട്ടിയിടും, മറ്റേയാളുടെ വേറെ തുണി, മറ്റേയാൾ വേറെ തുണിയിട്ട് റോഡ് സൈഡിൽ, അവിടെ നിന്ന് വീണ്ടും വീട്ടിൽ കൊണ്ടുപോകും, അവിടെയും ടാങ്കിൽ സൂക്ഷിക്കും.